ஜீவனை பார்க்கிலும் உமது கிருபை நல்லது. என் உதடுகள் உம்மை துதிக்கும். சங்கீதம் 63:3. Because thy loving kindness is better than life, my lips shall praise thee. Psalms 63:3. ஆண்டவரும் இரட்சகருமாகிய இயேசு கிறிஸ்துவின் நாமத்தினாலே காட் கோசிஸ் மினிஸ்ட்ரீஸின் யூடியூப் சேனல் வாயிலாக உங்களை சந்திப்பதில் பெரும் மகிழ்ச்சி அடைகிறேன். தேவனாகிய கர்த்தர் இந்த மாதத்திலே தம்முடைய வார்த்தைகளை நிறைவேற்ற உண்மையுள்ளவராயிருக்கிறார். ஆதலால் அவர் சொன்ன வார்த்தையின்படியே நிறைவேற்றுவார். நாம் கண்ட எல்லா துயரங்களுக்கும், சூழ்நிலைகளுக்கும், பிரச்சனைகளுக்கும், கடன் பாரங்களுக்கும் பலனாக தேவனுடைய வார்த்தையை பிடித்து கொள்ளுவோம். நிச்சயம் தேவனாகிய கர்த்தர் தம்முடைய வார்த்தையின்படியே நம்மை ஆசீர்வதிப்பார். இந்த 2வது மாதத்திலே ஒவ்வொரு நாளும் தேவனுடைய வார்த்தையை கேளுங்கள், அறிக்கை செய்யுங்கள், விசுவாசியுங்கள். கர்த்தர் சொன்ன வாக்கு தத்தங்களை அவர் நிறைவேற்றுவார் என்று விசுவாசிப்போம், காத்திருப்போம். தேவனாகிய கர்த்தர் இந்த மாதத்திலே பெரிய காரியங்களை செய்வாராக. ஆமேன். ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഗോഡ് ഹോസീസ് മിനിസ്ട്രിയുടെ ഡയറക്ടറായിരിക്കുന്ന ഡോക്ടർ തോമസ് സാർ തന്നോടുകൂടെ ഈ മഹത്വമേറിയ ശുശ്രൂഷയിലായിരിക്കുന്ന ബഹുമാന്യരാകുന്ന ദൈവദാസന്മാർ, ഈ മാറ്റമില്ലാത്ത തിരുവചനത്തെ ശ്രവിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും വീണ്ടും വരുന്നവനാകുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ വചനചിന്തയ്ക്ക് ആധാരമായി സങ്കീർത്തനങ്ങളുടെ പുസ്തകം 29-ാം അധ്യായം 4-ാം വാക്യം, യഹോവയുടെ ശബ്ദം ശക്തിയോടെ മുഴങ്ങുന്നു, യഹോവയുടെ ശബ്ദം മഹിമയോടെ മുഴങ്ങുന്നു. ദൈവത്തിൻ്റെ ശബ്ദം ശക്തിയോടെ മുഴങ്ങിയപ്പോൾ സൃഷ്ടിതാവായിരിക്കുന്ന ദൈവം തൻ്റെ ശബ്ദം കൊണ്ട് ഉണ്ടാകട്ടെ എന്നുള്ള തൻ്റെ ആ സർവശക്തിയുള്ള ശബ്ദത്തിൻ്റെ മുന്നിൽ തൻ്റെ തിരുഹൃദയത്തിൽ എന്താണോ മറഞ്ഞിരുന്നത്, ആ മറഞ്ഞിരുന്നത് ആ ശബ്ദത്തിൽ കൂടെ പുറത്തു വന്നപ്പോൾ അതൊരു സൃഷ്ടിപ്പായി തീരുവാണ്ടക്കവണ്ണം ഇടയായി തീർന്നു. ഉണ്ടാകട്ടെ എന്നുള്ള ആ വാക്കിൻ്റെ മുന്നിലാണ് നാം ഇന്ന് കാണുന്ന സകലതും ഉളവാകുവാനായിട്ടിടയായി തീർന്നത്. ദൈവത്തിൻ്റെ ശബ്ദം ഇല്ലാത്തതിനെ വിളിച്ചു വരുത്തുന്നതാണ്. ദൈവത്തിൻ്റെ ശബ്ദം ജീവൻ ഇല്ലാത്തതിന് ജീവൻ കൊടുക്കുന്നതാണ്. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 37-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നതുണ്ട്. യഹോവയാകുന്ന ദൈവം പ്രവാചകനോട് ചോദിക്കുന്നുണ്ട്, അസ്ഥികളുടെ താഴ്വരയിൽ കൊണ്ട് ദർശനത്തിൽ നിർത്തിയിട്ട് ബന്ധം വിട്ടുകിടക്കുന്ന ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ യെസക്കിയേൽ പ്രവാചകൻ പറയുന്നത്, കർത്താവേ നീ അറിയുന്നു എന്നാ പറഞ്ഞത്. പ്രവാചകനോട് അവിടെ പറയുന്നത്, നീ ഈ അസ്ഥികളോട് പ്രവചിക്കാൻ പറയുന്നുണ്ട്. പ്രവാചകൻ പ്രവചിച്ചത് തൻ്റെ വാക്കല്ല, മറിച്ച് ദൈവത്തിൻ്റെ ശബ്ദമായിട്ട് പ്രവാചകനെ ദൈവം അവിടെ മാറ്റുകയാണ് ചെയ്യുന്നത്. പ്രവാചകൻ അവിടെ ദൈവത്തിൻ്റെ വായായിട്ട് പ്രവചിച്ചു. 4 കാറ്റുകളോട് പ്രവചിച്ചപ്പോൾ അസ്ഥികളായി ബന്ധം വിട്ടുകിടന്നത് തമ്മിൽ ചേർന്ന് ഒരു സൈന്യമായി അവിടെ നിൽക്കുവാൻ ഇടയായി തീർന്നുവെന്ന് തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അതായത് ഇല്ലാത്തതിനെ, ഒരിക്കലും പ്രതീക്ഷയില്ലാത്തതിനെ
സാധിക്കത്തില്ലാത്തതിനെ ദൈവം തൻ്റെ വാക്കായി നമ്മളെ ഉപയോഗിക്കുമ്പോൾ, ദൈവം തൻ്റെ വാക്കായി നമ്മളിൽ കൂടെ സംസാരിക്കുമ്പോൾ, ഇന്നും ഇല്ലാത്തതിനെ ഉളവാക്കുവാൻ ദൈവത്തിന് സാധിക്കുമെന്നും ഇല്ലാത്തതിനെ വിളിച്ചു വരുത്തുവാനായിട്ട് സാധിക്കുമെന്നും അതിനെ ജീവനില്ലാത്ത അസ്ഥികളെ ജീവനുള്ളതാക്കി തീർത്തതുപോലെ നമ്മുടെയും ജീവിതത്തിൽ ദൈവത്തിൻ്റെ വചനം ഇന്നും ജീവനും ചൈതന്യമുള്ളതായി വെളിപ്പെടുമെന്നും നാം തിരിച്ചറിയുവാനിടയായി തീരണം. ദൈവത്തിൻ്റെ വാക്ക് ചൈതന്യം ഉളവാക്കുന്നതാണ്. ചൈതന്യരഹിതമായി കിടക്കുന്ന, പ്രസന്നതയില്ലാതെ കിടക്കുന്ന, ഇരുണ്ടുമൂടിക്കിടക്കുന്ന, ഇരുട്ട് ബാധിച്ചു കിടക്കുന്ന വ്യക്തി ജീവിതങ്ങളിലാകട്ടെ, ഭവന അന്തരീക്ഷങ്ങളിലാകട്ടെ, വെളിച്ചമുണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചപ്പോൾ വെളിച്ചമുണ്ടാക്കിയവൻ ഇരുണ്ട് മൂടിക്കിടക്കുന്ന സാഹചര്യങ്ങളുടെ മധ്യേ ജീവിതം ഇനിയും ഒരിക്കലും ഒരടി പോലും മുന്നോട്ട് പോകത്തില്ല എന്ന് വിചാരിച്ചുകൊണ്ട് പാത അറിയുവാൻ കഴിയാതെ ഇരുണ്ട് കിടക്കുന്നിടത്ത് ദൈവത്തിൻ്റെ ശബ്ദം വെളിച്ചമായി അത് തീരുവാനായിട്ടിടയായി തീരുമെന്ന് നാം തിരിച്ചറിയണം. അതായത് ദൈവത്തിൻ്റെ ശബ്ദം ചൈതന്യരഹിതമായിരിക്കുന്നിടത്ത് പ്രസന്നത കൊടുത്ത്, വെളിച്ചം കൊടുത്ത് ചൈതന്യം ഉളവാക്കുന്നതാണ് എന്ന് നാം അറിയണം. അതായത് ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി ദൈവം ശക്തിയോടെ ഇന്നും തൻ്റെ വചനത്തിൽ കൂടെ സംസാരിക്കുന്നു. ഉണ്ടാകട്ടെ എന്നവൻ പറയുന്നു, സൗഖ്യമാകട്ടെ എന്നവൻ പറയുന്നു. അതേ, ഈ മറഞ്ഞു പോയത് മടങ്ങി വരട്ടെ എന്ന് പറയുന്നു. അതേ, നിർജീവമായത് ജീവനുള്ളതായി തീരട്ടെ എന്ന് പറയുന്നു. അവന്റെ ശബ്ദത്തിങ്കൽ ഇന്ന് സകലതും സംഭവിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഒരിക്കൽ ജായിറോസ് എന്ന് പറയുന്ന മനുഷ്യന്റെ വീട്ടിൽ, വിശുദ്ധ മാർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 41-ാം വാക്യം, യേശു അവിടെ കടന്നു ചെന്നു. ആ ജായിറോസിന്റെ മകൾ മരിച്ചവളായിരുന്നു. യേശു പറഞ്ഞു, അവൾ മരിച്ചിട്ടില്ല, അവൾ ഉറങ്ങിയാണെന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായിരുന്നവർ യേശുവിനെ പരിഹസിക്കുവാനിടയായി തീർന്നു. യേശു ബാലയുടെ അടുക്കൽ ചെന്നു, ജായിറോസിന്റെ മകളുടെ അരികിൽ ചെന്നു. അവളോട് പറഞ്ഞു, ബാലേ എഴുന്നേൽക്കുക, തലിത ഖൂമി എന്ന് അവൻ പറയുവാൻ ഇടയായി തീർന്നപ്പോൾ മരിച്ചവൾ എഴുന്നേറ്റ് ഇരുന്ന് സംസാരിക്കുവാൻ തുടങ്ങി. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയമുള്ള ദൈവത്തിൻ്റെ മക്കളെ, ദൈവത്തിൻ്റെ വചനം ജീവനില്ലാത്തതിന് ജീവൻ കൊടുക്കുന്നതാണ്. അവനിന്നും ജായിറോസിന്റെ വീട്ടിൽ കടന്നു എന്നതുപോലെ നമ്മളുടെ ഓരോരുത്തരുടെയും മരണാസന്നമായി കിടക്കുന്ന ജീവിത സാഹചര്യങ്ങളുടെ നടുവിൽ പ്രതീക്ഷകളില്ലാതെ തകർന്ന് ഇനി ഒരു അടി പോലും മുന്നോട്ട് പോകത്തില്ലെന്നും ഒരടി പോലും ഉയരത്തില്ലെന്നും ലോകം വിധി എഴുതി മാറ്റിയിരിക്കുന്നിടത്ത് എൻ്റെ കർത്താവ് കടന്നു വന്ന് എഴുന്നേൽക്കുക എന്ന് പറയുമ്പോൾ തകർന്നു കിടക്കുന്ന, താണു കിടക്കുന്ന, ചേറ്റിൽ കിടക്കുന്ന ഇടത്തു നിന്നും സ്വർഗത്തിലെ ദൈവത്തിൻ്റെ മഹത്വമുള്ള ശബ്ദം ശക്തിയോടെ മുഴങ്ങുന്ന ശബ്ദം എഴുന്നേൽപ്പിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരുമെന്ന് നാം തിരിച്ചറിയുവാനായിട്ടിടയായി തീരണം. സ്തോത്രം. അതേ, സ്തോത്രം. അവിടെ പറയുന്നത് ഗുരു വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഗുരു മരിച്ചുപോയി എന്നാണ് പറയുന്നത്. അപ്പോൾ യേശു പറയുകയാണ്, ജായിറോസിനോട് പറയുകയാണ്, ജായിറോസ് നീ ഭയപ്പെടേണ്ട, നീ വിശ്വസിക്കുക മാത്രം ചെയ്താൽ മതി. അവിശ്വാസത്തിൻ്റെ വാക്കുകൾ പറയുമ്പോൾ യേശു പറയുകയാണ്, നീ വിശ്വസിക്കുക. എൻ്റെ ശബ്ദത്താൽ ഈ കാണുന്ന സകല പ്രപഞ്ചവും, അതേ ജീവനുള്ളതും ജീവനില്ലാത്തതും സകലതും എൻ്റെ വാക്കിനാൽ സൃഷ്ടിക്കപ്പെട്ട് എങ്കിൽ നീ വിശ്വസിക്കേ. ഇത് സൃഷ്ടിക്കപ്പെട്ടുവെങ്കിൽ നിന്റെ വിഷയം എനിക്ക് വളരെ നിസ്സാരം മാത്രമേ ഉള്ളൂ, ഒന്നുമല്ല എന്ന്. അഖിലാണ്ടത്തെ നിർമ്മിച്ച സർവശക്തനാകുന്ന ദൈവം, സൂര്യനെ നിർമ്മിച്ചവൻ, ഗോളങ്ങളെ നിർമ്മിച്ചവൻ, നക്ഷത്രങ്ങളെ സൃഷ്ടിച്ചവൻ, സകലതിനെയും സൃഷ്ടിച്ച് വിളിച്ചു വരുത്തിയ ദൈവത്തിന് നമ്മുടെ വിഷയം ഒരു വിഷയമല്ലെന്ന്. അവൻ്റെ ഒരു വാക്ക് മതി, ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി. ദൈവത്തിൻ്റെ വാക്ക് ഇന്നും ജീവനും ചൈതന്യമുള്ളതായിട്ട്
നിലനിൽക്കുകയാണ് ചെയ്യുന്നത്. യേശു ജൈറോസിനോട് പറയാണ്, നീ ഭയപ്പെടേണ്ട. അവർ പറഞ്ഞ വാക്ക് നിമിത്തം നീ ഭയപ്പെടേണ്ട. അവർ പറഞ്ഞു തന്നെ, ഇനിയും ഗുരുവിനെ ബുദ്ധിമുട്ടിക്കണ്ട, കുട്ടി മരിച്ചുപോയി, ഇനി ബുദ്ധിമുട്ടിക്കണ്ടെന്ന് അവർ പറഞ്ഞെങ്കിൽ, ഞാൻ ബുദ്ധിമുട്ടിപ്പിക്കുവാനല്ല, ഞാൻ ജീവൻ തരുവാനാണ് ഞാൻ കടന്നു വന്നത്. മരിച്ചവനെ എഴുന്നേൽപ്പിക്കുവാൻ വേണ്ടിയാണ്. എൻ്റെ വാക്കിനുള്ളിൽ മരണഭാണ്ഡത്തിൽ മറഞ്ഞു കിടക്കുന്ന ജീവാത്മാവ് മൃതമായി കിടക്കുന്ന ശരീരത്തിലേക്ക് മടങ്ങി വരുമെന്ന് നീ തിരിച്ചറിയേണ്ടതിന് എൻ്റെ കൂടെ നീ അകത്ത് വരുവാനായിട്ട് ജൈറോസിനോട് പറഞ്ഞ് അകത്ത് കയറ്റിയവൻ മരിച്ചു കിടന്നവനെ മരിച്ചു കിടന്നവളെ ജീവനോടെ പുറത്തു കൊണ്ടുവരുവാനിടയായി തീർന്നെങ്കിൽ, ഇന്ന് ഈ വചനം കേൾക്കുന്ന പ്രിയ സ്നേഹിത, നിന്റെ ജീവിതത്തിലും മരിച്ചു കിടക്കുന്ന ഇരുണ്ട് കിടക്കുന്ന സാഹചര്യങ്ങളുടെ മധ്യയിൽ ദൈവത്തിൻ്റെ ആ ശബ്ദം മുഴങ്ങുവാനായിട്ട് സമയമായിരിക്കുന്നു എന്ന് തിരിച്ചറിയുക. നമുക്ക് വേണ്ടി സംസാരിക്കുവാൻ ഒരു ദൈവമുണ്ട്. അവൻ്റെ ശബ്ദം ഇന്ന് നമുക്ക് വേണ്ടി ഉണ്ട്. അതേ, പിതാവാകുന്ന ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുന്ന പുത്രനാകുന്ന യേശു ക്രിസ്തു ഇന്ന് നമുക്ക് വേണ്ടി ശബ്ദമുയർത്തി സംസാരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നാം ഇന്ന് ജീവിക്കുവാനായിട്ട് ഇടയായി തീർന്നത്. നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. അവൻ മരിച്ചവനാണ്, അവൻ അടക്കപ്പെട്ടവനാണ്, അവൻ ഉയർത്തെഴുന്നേറ്റവനാണ്, അവൻ ജീവനുള്ള ദൈവമായി ജീവിക്കുന്ന ദൈവമാണ്. അവൻ മരിച്ചവനാണെങ്കിൽ മരണത്തെ എറിഞ്ഞവനാണ്, അവൻ അടക്കപ്പെട്ടവനാണെങ്കിൽ ഇരുട്ടിനെ അവൻ തിരിച്ചറിഞ്ഞതാണ്, അവൻ ഉയർത്തെഴുന്നേറ്റവനാണെങ്കിൽ ഉയർപ്പിൻ്റെ ശക്തി അറിഞ്ഞവനാണ്. അതുകൊണ്ട് അവൻ്റെ ശബ്ദത്തിൽ ഇന്ന് നമുക്ക് വേണ്ടി പ്രതിസന്ധിയിൽ പക്ഷപാതം ചെയ്യുന്ന, ശബ്ദിക്കുന്ന, നമുക്ക് വേണ്ടി വാദിക്കുന്ന നല്ല മധ്യസ്ഥനായിട്ട് അവൻ ഇരിക്കുന്നത് കൊണ്ട് നമുക്ക് ഭയപ്പെടേണ്ട കാര്യമില്ലെന്ന് നാം തിരിച്ചറിയുവാൻ നമ്മുടെ ആയിത്തീർന്നു. യഹോവയുടെ ശബ്ദം ശക്തിയോടെ മുഴങ്ങുന്നു, യഹോവയുടെ ശബ്ദം മഹിമയോടെ മുഴങ്ങുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 11-ാം അധ്യായം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. യേശു മരിച്ചുപോയ ലാസറിന്റെ കല്ലറയ്ക്കൽ 4-ാം ദിവസത്തെ കടന്നു ചെല്ലുന്നുണ്ട്. അവിടെ യേശു ലാസറിനെ വിളിക്കുകയാണ്. കല്ല് മാറ്റാൻ പറയുമ്പോൾ സഹോദരിമാർ പറയുന്നത് 4 ദിവസമായി നാറ്റം വെച്ച് തുടങ്ങി. യേശു പറഞ്ഞു, കല്ല് മാറ്റാൻ പറഞ്ഞു. കല്ല് മാറ്റിയപ്പോൾ ലാസറേ പുറത്തു വരിക എന്ന് യേശു ശബ്ദത്തിൽ വിളിച്ചപ്പോൾ മരിച്ചവൻ കെട്ടപ്പെട്ടവനായിട്ട് പുറത്തു വന്നു എന്നാണ് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. യേശുവിൻ്റെ വാക്കിൻ്റെ മുന്നിൽ അവനെ കെട്ടിയ കെട്ടുകൾ അവന് കല്ലറയ്ക്കകത്ത് നിന്ന് പുറത്തു വരുവാനായിട്ട് ഒരു തടസ്സമായിരുന്നില്ല. യേശുവിൻ്റെ വാക്ക് കല്ലറയ്ക്കകത്ത് കെട്ടി അടയ്ക്കപ്പെട്ടവൻ കാല് മുതൽ അതേ ശിരസ് വരെയും തുണി കൊണ്ട് സുഗന്ധദ്രവ്യങ്ങൾ പൂശി കെട്ടപ്പെട്ടവനെ കെട്ടവന് പുറത്തു കൊണ്ടുവരുവാനായിട്ട് ഒരു തടസ്സമായിരുന്നില്ല എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് രാത്രി ഇന്നും യേശുവിൻ്റെ വചനത്തിൻ്റെ ശക്തി അനേക കെട്ടുകൾ കെട്ടപ്പെട്ട് കിടക്കുന്ന അവസ്ഥകളിൽ നിന്നും നമ്മെ പുറത്തു കൊണ്ടുവരുവാനായിട്ട് യേശുവിൻ്റെ വചനത്തിൻ്റെ ശക്തി പര്യാപ്തമാണെന്ന് നാം തിരിച്ചറിയുവാൻ തക്കവണ്ണം ഇടയായിത്തീരണം. അതേ, ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനും ജീവന്റെ ഉടയവനുമാകുന്ന, ജീവനെ കൊടുക്കുന്നവനാകുന്ന, ജീവിപ്പിക്കുന്നവനാകുന്ന, സർവശക്തനാകുന്ന ഒരു ദൈവം നമുക്കുണ്ട്. അവൻ്റെ ശബ്ദം ഇന്ന് ഗാംഭീര്യത്തോടെ മുഴങ്ങുകയാണ്. എന്താണ്? അതേ, ആ ശബ്ദത്തിന് മുന്നിൽ സകലതും പുതുക്കപ്പെടുന്നതാണ്. സകല നിർജീവാവസ്ഥയും അതേ സ്തോത്രം മഹത്വത്തോടെ എഴുന്നേറ്റ് വരുന്നതായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. യോബിന്റെ പുസ്തകം 37-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അവൻ തൻ്റെ മഹിമാനാദം കൊണ്ട് വരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. യഹോവയുടെ ശബ്ദം വെള്ളത്തിന് മീതെ, യഹോവയുടെ ശബ്ദം പെരുവെള്ളത്തിന് മീതെ എന്ന് സങ്കീർത്തനത്തിൽ 29-ാം സങ്കീർത്തനം 3-ാം വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതേ, ഗദരദേശം എന്ന് പറയുന്ന ദേശത്തേക്ക് ഒരു ഭൂതഗ്രസ്തനെ പുറത്തിനെ സൗഖ്യമാക്കുവാൻ കടന്നു പോകുന്ന യേശു കടന്നു പോകുമ്പോൾ, മാർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 39-ാമത്തെ വാക്യത്തിൽ അവർ കടന്നു പോകുന്ന പടക് അതേ തകർന്ന് വള്ളത്തിനുള്ളിൽ കയറി കാറ്റുലച്ചു കൊണ്ടിരിക്കുമ്പോൾ യേശു എഴുന്നേറ്റ് നിന്നുകൊണ്ട് കാറ്റിനെ ശാസിച്ചു, കടലിനോട് അനങ്ങാതിരിക്കുക, അടങ്ങുക എന്ന് പറഞ്ഞപ്പോൾ അതെ, അവിടെ നമുക്ക് കാണുവാൻ സാധിച്ചത് കടല് അടങ്ങി, കാറ്റ് ശാന്തമായി എന്ന്. ഇന്നും പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ കാറ്റുകളും തിരമാലകളും അടിച്ചുയരുമ്പോൾ
യേശു അതിൻ്റെ നടുവിലുണ്ട്, അവൻ പടയിലുണ്ട്. അവൻ ഉറങ്ങുകയാണെന്ന് നമുക്ക് തോന്നാം. അവൻ ഉണർത്തുന്ന ഇസ്രയേലിൻ്റെ പരിപാലകൻ ഉറങ്ങാത്തവനായി മയങ്ങാത്തവനായി ഇന്നും നമ്മളോട് കൂടെയുണ്ട്. ആ ദൈവം നമുക്ക് വേണ്ടി തൻ്റെ ശബ്ദം ഇന്നും പുറപ്പെടുവിക്കുന്ന ദൈവമാണ്. ആ ദൈവശബ്ദത്തിനായി കാതോർത്തുകൊണ്ട് അതേ ദൈവീയ മഹത്വം കാണുവാൻ ദൈവം നമ്മെ ഇടയാക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരട്ടെ. സ്നേഹിതർക്കായി സ്വയം ജീവനേകിയ നിത്യമാം സ്നേഹമേ ആരാധന. സ്നേഹിതർക്കായി സ്വയം ജീവനേകിയ നിത്യമാം സ്നേഹമേ ആരാധന. അപ്പമായെന്നും കൂടെ വാഴുന്ന ദൈവമേ നിനക്കെന്നും ആരാധന. ചങ്കിലെ ചോര നീ എനിക്കായൊഴുക്കി, നിൻ ദേഹമെനിക്കായി പകുത്തു തന്നു. ചങ്കിലെ ചോര നീ എനിക്കായൊഴുക്കി, നിൻ ദേഹമെനിക്കായി പകുത്തു തന്നു. എൻ ഘോര പാപങ്ങൾ നീ പൊറുത്തു, എനിക്കായി കുരിശിൽ നിൻ ജീവനേകി. എൻ ഘോര പാപങ്ങൾ നീ പൊറുത്തു, എനിക്കായി കുരിശിൽ നിൻ ജീവനേകി. എനിക്കായി കുരിശിൽ നിൻ ജീവനേകി. സ്നേഹിതർക്കായി സ്വയം ജീവനേകിയ നിത്യമാം സ്നേഹമേ ആരാധന. അപ്പമായെന്നും കൂടെ വാഴുന്ന ദൈവമേ നിനക്കെന്നും ആരാധന. നിൻമാംസരക്തങ്ങൾ ജീവന്റെ ഭോജ്യമായി എന്നുമെന്നുള്ളിൽ വസിച്ചിടുന്നു. നിൻമാംസരക്തങ്ങൾ ജീവന്റെ ഭോജ്യമായി എന്നുമെന്നുള്ളിൽ വസിച്ചിടുന്നു. കാരുണ്യമേകുന്ന കാൽവരി നാഥ, എന്നുമെന്നും
കാരുണ്യമേകുന്ന കാൽവരിനാഥ, എന്നുമെന്നും നിനക്കാരാധന. ആരാധന, സ്തുതി, ആരാധന. സ്നേഹിതർക്കായി സ്വയം ജീവനേകിയ നിത്യമാം സ്നേഹമേ ആരാധന. അപ്പമായെന്നും കൂടെ വാഴുന്ന ദൈവമേ നിനക്കെന്നും ആരാധന.